ഉമ്മി എന്നോട് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഇതൊരു പുതിയൊരു അസൈൻമെൻറ്റിന് പുതിയൊരു ടോപ്പിക് കൊടുക്കുന്ന പോലെ അവർക്കറിയില്ല ഹോമോസെക്ഷുവാലിറ്റി എന്താണ്. കേട്ട് കേൾവി ഉണ്ടാവും, ഇപ്പോൾ ഖുറാനിലാണെങ്കിലും ഉണ്ട്, അതിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സ്വന്തം മക്കൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ലെസ്ബിയനാണ്, വേറൊരു പെണ്ണായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെന്നൊക്കെ അറിയുമ്പോൾ ബാക്ക്ലാഷസ് ഉണ്ടാവും. അപ്പം അത് ഇത്ര ഇത് കഴിഞ്ഞ് വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ഓക്കെ ഉമ്മിനോട് സംസാരിച്ച് നോക്കാം, നേരാവാണി നേരാവട്ടെ. ഇപ്പം പുറത്ത് അറിയണ്ടെങ്കിൽ ഉമ്മിക്ക് അറിയണ്ടെങ്കിൽ അറിയണ്ട, പക്ഷെ അത് ഉമ്മി ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്തായാലും ഒരു ഹാപ്പി ന്യൂസ് ആണ്. അത് പുള്ളി കീപ്പ് ചെയ്താലും മുന്നോട്ട് പോകുമെങ്കിൽ ഓക്കെ ഫൈൻ. അതായത് ഉപ്പക്ക് സ്നേഹമുണ്ട്, ദ തിങ് ഇസ് ദാറ്റ് എക്സ്പ്രസ് ചെയ്യൂല, അത് ഉള്ളിൽ വെക്കും. ഉള്ളിൽ വെച്ചിട്ട് സ്നേഹം എന്താ ഉള്ളിൽ സ്നേഹമുണ്ട്, പക്ഷെ പുറത്ത് അത് പ്രകടിപ്പിക്കുന്നില്ല. അങ്ങനെ അല്ലല്ലോ. പാപ്പാടെ ഫേവറേറ്റ് കുട്ടിയായിരുന്നു. ഞാൻ ഫേവറേറ്റ് കുട്ടിയാണ്. ഇഷ്ടമല്ലാന്ന് ഞാൻ പറയുന്നില്ല, എനിക്കിഷ്ടമാണ്, പക്ഷെ പുള്ളി എക്സ്പ്രസ് ചെയ്യൂല. ദാറ്റ് ഈസ് ദ തിങ്. ഫാമിലിയുടെ സൈഡിൽ നിന്ന് കോൺടാക്ട് ചെയ്യോ, വിളിക്കുകയോ അല്ലെങ്കിൽ തിരിച്ചു വരാൻ പറയോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായോ? നീയായിട്ട് എൻ്റെ മോളായിട്ട് തിരിച്ചു വാ, എന്നാൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്യാം. അതായത് പഴയ ആദിലയായിട്ട് തിരിച്ചു വാ. ആദില മാറിയിട്ടില്ല, ആദില മാറിയിട്ടില്ലല്ലോ. വിയോജിപ്പല്ല, അഡോപ്ഷൻ ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്, ഇപ്പോൾ അവളുടെ എഗ് എടുത്തിട്ട് നമുക്ക് എനിക്ക് ക്യാരി ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ലൈക്ക് ബയോളജിക്കലിയും കൂടെ കുറച്ചും കൂടെ റിലേറ്റഡ് ആണ്. ഞാനൊരു ജീൻസിൻ്റെ പാൻറ്റും അതുപോലെ ഒരു എന്താ പറയുക ഒരു ബനിയൻ ഇട്ട് പോയി ഒരു കല്യാണത്തിന് പോയി. അപ്പോഴേക്കും പള്ളിയിൽ നിന്ന് ലെറ്റർ വന്ന്, നിങ്ങളെ മോള് ഇങ്ങനെ ഡ്രസ്സ് ഇട്ട് വന്ന് ഇങ്ങനെ ഇടാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞു വന്ന്. ഡ്രസ്സ് മാറ്റിയതിൻ്റെ പേരിൽ ഒരു ആൻറ്റി ചോദിച്ചായിരുന്നു എൻ്റെ, നീയൊക്കെ ഇങ്ങനെ തുണി ഇല്ലാണ്ട് നടക്കാനാണോ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവരുടെ കണ്ണിൽ ഇതൊക്കെ തുണി ഇല്ലാണ്ട് നടത്തമാണ്. ഇപ്പോൾ നമ്മളിപ്പോഴും പറയും, ഇപ്പോൾ പ്രണയിച്ചവരാണെങ്കിൽ തന്നെ വിവാഹത്തിന് മുമ്പ് ഒരു സ്റ്റേജ് ആയിരിക്കും, വിവാഹത്തിന് ശേഷം മാറ്റം ഉണ്ടെന്നുള്ളത്. ശരിക്കും നിങ്ങളിപ്പോൾ ഏകദേശം ഒരു 6-7 വർഷമായി എന്ന് തോന്നുന്നു അല്ലേ ഒരുമിച്ച് ഇഷ്ടപ്പെട്ടു തുടങ്ങി. ശരിക്കും 3 വർഷമായി ഒരുമിച്ച് ജീവിക്കാൻ ലിവിങ് ടുഗദറായിട്ട് നിൽക്കുന്നു. ശരിക്കും ഈ മാറ്റം ഉണ്ടോ? അങ്ങനെ ഒന്നും ഉണ്ടോ ഈ പറയുന്ന പോലെ? ശരിക്കും ഒരുമിച്ച് ജീവിച്ചപ്പോൾ കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴല്ലേ മുതലെല്ലാം അറിയണേ, വൈകിപ്പോയി. മാറ്റങ്ങൾ വെച്ചാൽ ബിഹേവിയറിലൊക്കെ നമുക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ നമ്മള് മനസ്സിലാക്കുന്നത്. നമ്മൾ ഒരുമിച്ച് ക്യൂട്ട് ഫേസ് കഴിഞ്ഞു, പിന്നെ റിയാലിറ്റിയാണ്. അതായത് നമ്മളിപ്പോ ഒരുമിച്ച് ഒരാളെ കൂടെ നിൽക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അയാൾക്ക് എന്തൊക്കെയാണ് എന്തൊക്കെ ഡ്രോബാക്സ് പോസിറ്റീവ്സ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും. ഈ പ്രണയത്തിൽ കാണിക്കില്ല എന്താന്നുള്ളത് ഭയങ്കര പോസിറ്റീവായിട്ട് നമ്മൾ കാണും. നമ്മുടെ ഇല്ലാത്ത പരിപാടികളും അല്ലെങ്കിൽ കൊള്ളരുതാത്തെന്ന് നമ്മൾ ചിന്തിക്കുന്ന സാധനങ്ങളൊന്നും പുറത്തോട്ട് എടുക്കില്ല എന്ന് പറയും. നമ്മുടെ അങ്ങനത്തെ ഒരു ഫേസ് ഉണ്ട് എന്നുള്ള സാധനം കല്യാണം കഴിഞ്ഞു അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയ ആയില്ലോ പറയും. അങ്ങനെ പൊട്ടിച്ച് കളഞ്ഞ കുറേ സംഭവങ്ങളുണ്ടോ ശരിക്കും രണ്ടാളും? അങ്ങനെ അഭിനയിച്ച്, അതായത് ഭയങ്കര ക്യൂട്ട്നെസ് മാത്രം വാരി ഉതറി ഒരു റിലേഷൻഷിപ്പ്, അതായത് ലിവിങ് ടുഗദർ മുന്നുള്ള ഒരു ഫേസിൽ നിന്നിട്ടില്ല. ആർട്ടിഫിഷ്യൽ സാധനങ്ങളൊന്നുമില്ല. പ്രണയം ക്രിഞ്ചാണല്ലോ, എന്താണെങ്കിലും സംഭവങ്ങളുള്ളൂ. അല്ലാതെ എന്തുണ്ടെങ്കിലും നമ്മൾ ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതാണല്ലോ എന്തിൻ്റെ ഒരു ബേസ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നടന്ന് എനിക്കിപ്പോൾ എന്തെങ്കിലും ഉണ്ട്, സോ ഞാനത് അവളോട് പറയാണ്ട് നിന്നിട്ട് അതിലൊരു കാര്യമില്ല. ജസ്റ്റ് ഹാവ് ടു ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ്. അതുണ്ട്. വേറൊരു കാര്യം റിയലൈസ് ചെയ്തത്, ഞാൻ വിചാരിച്ചു ഞാൻ മാത്രം ഷോർട്ട് ടെമ്പേർഡ്, പക്ഷെ അവള് ഷോർട്ട് ടെമ്പേർഡ്. അതറിയില്ലായിരുന്നോ? ഇല്ല അറിയില്ലായിരുന്നു. അറിഞ്ഞ മൊമെന്റിൽ എന്താ ഇത് കയ്യിൽ വെച്ചു. അതെ, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് അങ്ങനെ അപ്പുറത്തെ ഒരാൾ അങ്ങനെയാണെന്ന് അറിയുമ്പോൾ ഇപ്പുറത്തെ ഒരാൾ ഒതുങ്ങും. അങ്ങനെ ഒതുങ്ങിയോ? ദേഷ്യം എന്താന്ന് തന്നെ അറിയില്ല. ആണല്ലേ? അത് വേറെ നിന്നുള്ള രീതിയിലേക്ക് ഇതിലാരാ അല്ലെങ്കിൽ കുറച്ച് ഡോമിനേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരതിൽ ആൺപിഴ എന്നുള്ള രീതിയിലേക്ക് ഭയങ്കരമായിട്ട് കമൻസ് കാര്യങ്ങൾ വന്നിരുന്നല്ലേ. അപ്പം കുറേയും കൂടിയും ഷോർട്ട് ബോയ് കട്ടൊക്കെ കളിച്ച് കുറച്ചും കൂടി ഭയങ്കര ബോൾഡ് ആൻഡ് ഭയങ്കര പക്കത്തോട് സംസാരിക്കുന്ന ഒരു സാധനം വന്നു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി മാറി തുടങ്ങി അവൻ്റെ അല്ലേ. അവിടെ 100 വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കരമായിട്ട് വന്നു തുടങ്ങിയത്. ശരിക്കും തോന്നുന്നു ഇതിന് ശേഷം തോന്നുന്നു, ഈ സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷമാണോ കുറച്ചുകൂടി പുറത്തെടുക്കുന്നത്? അല്ല, അങ്ങനല്ല. ഞാൻ സംസാരിക്കും, ഇവള് സംസാരിക്കും. ഇവള് ആ ഒരു ടൈമിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടായില്ല. ബിക്കോസ് ഞാനും ഭയങ്കര ട്രോമറ്റൈസ്ഡ് ആൻഡ് എവറിത്തിങ്. ആ ഒരു സ്റ്റേജിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഓവർ സംസാരിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ സംസാരിക്കും. പിന്നെ ഞാൻ സംസാരിക്കാൻ തുടങ്ങി, ഇവളാണ് എന്താ പറയാ സാധനം, അങ്ങനെ പറയാ. പാവമാണ്. അതിപ്പോ പാവമായി.
കറക്റ്റ് പുറത്തു വന്നു തനിനിറം അല്ലേ? വിഷയമാണ് അവിടെ. ഭയങ്കരമായിട്ട് ആശങ്കയാണ് നിങ്ങളിങ്ങനെ ജീവിച്ചു പോകുന്നു, അല്ലെങ്കിൽ യൂട്യൂബ് കാര്യങ്ങളാണ് വരുമാനം എന്നുള്ള രീതിയിലേക്ക് അല്ലേ? ചോദ്യങ്ങൾ ഭയങ്കരമായിട്ട് അന്നില്ല അല്ല, അതാ പറഞ്ഞ ഇപ്പോഴാണെങ്കിൽ പോലും ഇപ്പൊ ഭയങ്കര ഇതാണ് ആൾക്കാർക്ക്. എങ്ങനെ നിങ്ങൾ ജീവിക്കുന്നത്, ഇങ്ങനല്ല നിങ്ങൾ ജീവിക്കുന്നത്, വേറെ ഏതോ വഴിയിലൂടെയാണ് നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത്, അങ്ങനെ പൈസ കിട്ടുന്നത്. ശരിക്കും വർക്ക് ചെയ്യാൻ ശരിക്കും ഐ ടിയിലല്ലേ വർക്ക് ചെയ്യുന്നത്? ഓക്കെ, യൂട്യൂബും ഒരുമിച്ച് പോകുന്നു. നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു കുട്ടി എന്നുള്ള സാധനം അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും ഒരു ചിന്ത പ്രാവർത്തിയാക്കാൻ പറ്റുന്നത്. അതെ, വേറെ എന്തെങ്കിലും ചിന്തിച്ചിരുന്നു ഓപ്ഷൻ? എനിക്ക് ആക്ച്വലി ഒരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്യാനാണ് താല്പര്യം. ഓക്കെ, ബിക്കോസ് ഫിക്സ്ഡാ. എനിക്കത് ഫിക്സ്ഡ് ആണ്. കാരണം എന്താ അതിൽ എൻ്റെ ഒരു അഭിപ്രായം എടുത്തിട്ടേ ഇല്ല. അങ്ങനെ ഒരു ഇല്ല, അതില് എനിക്ക് എന്താ പറയാ, വിയോജിപ്പല്ല, അഡോപ്ഷൻ ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്, ഇപ്പൊ അവളുടെ എഗ് എടുത്തിട്ട് നമുക്ക് എനിക്ക് ക്യാരി ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ലൈക്ക് ബയോളജിക്കലിയും കൂടെ കുറച്ചും കൂടെ റിലേറ്റഡ് ആണ്. ലൈക്ക് രണ്ടുപേരുടെയും ഒരു ഇതുണ്ട്. ഇപ്പം ഡെലിവറി ചെയ്യുന്നത് ഞാനാണെങ്കിലും ഇതൊക്കെ ക്യാപ്ഷൻ ഇട്ട് കൊടുക്കല്ലേ കേട്ടാ. അപ്പം അങ്ങനത്തെ ഒരു ഇത് എനിക്കുണ്ട്. പക്ഷെ അഡോപ്ഷനും ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് പെയിൻ കുറച്ച് അധികം പെയിൻഫുള്ളാണ്. അപ്പൊ അങ്ങനെ കിട്ടണമെന്നാണോ? ഇല്ല, എനിക്ക് പെയിൻ പേടിയാണ്. ഓ അങ്ങനെ. ഞാൻ ആ പറഞ്ഞു വന്ന ശൈലി കണ്ടപ്പോ എനിക്ക് കുറച്ച് പ്രസവേദന കിട്ടിയതിന് ശേഷം അങ്ങനെയൊക്കെ പറയുന്ന പോലെ ഇല്ലില്ല. പിന്നെ അവക്കും ആ കാര്യത്തിൽ കുറച്ച് ടെൻഷനും ഉണ്ട്. അപ്പോൾ അറിയില്ല, അതാ ഞാൻ പറഞ്ഞു, ഞങ്ങളത് ഇപ്പോഴും സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്റെ മൈൻഡ് ഫിക്സ്ഡ് ആണ്. അങ്ങനെ ഒരു കുട്ടി വന്നാൽ നിങ്ങൾ എന്ത് വിളിക്കണം എന്നാണ് ആഗ്രഹം? അതൊന്നും അയ്യോ അതൊക്കെ അങ്ങനെ പറയും. അതെങ്ങനെ ഇപ്പൊ പറയുന്നത്? അങ്ങനെ ഒരു ചിന്തയുണ്ട്, എന്ത് വിളിക്കും? പേരിടൽ ചടങ്ങ് ഇപ്പൊ നമ്മൾ നടത്താൻ കുട്ടിയുടെ പേരല്ല, കുട്ടി നിങ്ങൾ വിളിക്കുന്നത്. അങ്ങനെ ശരിക്കും 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 ഒരു ഫാമിലി ലൈഫിൽ ഉപ്പയുടെ സാന്നിധ്യം എന്താ? ശരിക്കും ഒരു പിതാവിന്റെ സാന്നിധ്യം ശരിക്കും അനിവാര്യമാവുന്നത് എപ്പോഴാണ്? പിതാവിന്റെ സാന്നിധ്യം നമ്മളുടെ ഇതിൽ മെയിനായിട്ട് വാപ്പമാരെന്ന് പറഞ്ഞാൽ അധ്വാനിക്കുക, ഫിനാൻഷ്യൽ ആ ഒരു സംഗതി, പിന്നെ ആ ഒരു അത് മാത്രമല്ല, ഇല്ലല്ല, ഒരു എന്താ പറയാ, ഒരു പ്രൊട്ടക്ഷൻ എന്നൊക്കെ ഉള്ളൊരു സംഗതികൾ വരാം. പിന്നെ ദ ഹോൾ ഫാമിലി തന്നെ ആ പുള്ളിയാണ് റേസ് ചെയ്യുന്നത്, മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ ഉമ്മമാര് റേസ് ചെയ്താലും പോട്ടാ. നിങ്ങളുടെ ഒരു ഫാമിലി ലൈഫിൽ നിങ്ങളൊരു ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് മകനോ മകളോ ഉണ്ട്, കുട്ടിയുണ്ട്, അവർ ഏറ്റവും കൂടുതൽ ഒരു ഉപ്പയുടെ ഒരു സാന്നിധ്യം മിസ് ചെയ്യണത് എന്ത് സന്ദർഭത്തിലാവുന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? എനിക്ക് തോന്നുന്നില്ല മിസ് ചെയ്യും. ഇല്ല, അങ്ങനെ മിസ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. നമ്മള് ഉപ്പ ഉമ്മാന്ന് ടാഗ് കൊടുത്തിട്ടല്ലോ, സ്നേഹത്തിന് ടാഗ് ഉണ്ടോ? ഉണ്ടോ? ഇല്ല, ഇല്ല, എനിക്ക് തോന്നിയില്ല. നിങ്ങൾ ഇപ്പോഴും മിസ് ചെയ്യുന്നില്ല അങ്ങനെ ഉപ്പ പിതാവ് എന്നുള്ള രീതിയിലേക്ക്, അച്ഛൻ എന്നുള്ള മിസ് ചെയ്യുന്നില്ല? അങ്ങനെ ഒരു സ്ഥാനമോ വ്യക്തിയോ മിസ് ചെയ്യുന്നില്ല? അപ്പോൾ എനിക്ക് മിസ് ചെയ്തോന്ന് ചോദിച്ചാൽ ആസ് എ പേഴ്സൺ ഞാൻ മിസ് ചെയ്യുന്നുണ്ടാവും. എനിക്ക് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫാദറിൻ്റെ അടുത്തുനിന്ന് എനിക്ക് ഒരു സ്നേഹമോ അങ്ങനത്തെ ഒരു പ്രകടിപ്പിക്കലുണ്ടല്ലോ, അതൊന്നും കിട്ടിയിട്ടില്ല. ചെറുപ്പം തൊട്ടേ ദ തിങ് ഈസ് ദാറ്റ് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിത്തരും. നമ്മളിപ്പോൾ പറയാണ് ഇന്നത് വേണം, ഓക്കെ അത് വേണം, അതാണ് പുള്ളിൻ്റെ ഒരു ഇതിൽ സ്നേഹം. ഇപ്പോൾ പിതാക്കന്മാർ, നമ്മുടെ വാപ്പമാരൊക്കെ ചിലപ്പോൾ കുറേയേറെ അവരുടേതായിട്ടുള്ള ഇപ്പോൾ ജോലി സമ്മർദ്ദങ്ങളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കാം, എല്ലാമൊന്നും തുറന്നു പറയുന്നവരായിരിക്കില്ല. ഒരുപക്ഷെ നമ്മുടെ സിബ്ലിങ്സോ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മയോ പറയുന്ന പോലെ ചിലപ്പോൾ വാപ്പന്മാർ തുറന്നു പറയുന്നവരായിരിക്കണമെന്നില്ല. കൂടുതലും ഇപ്പോൾ അച്ഛന്മാരുടെ സാന്നിധ്യത്തിൽ അങ്ങനെ ആയിരിക്കും, അതിവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തവരായിരിക്കും, സ്നേഹം പ്രകടിപ്പിക്കാത്തവരായിരിക്കും കൂടുതൽ കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ വാക്കുകളാലോ അല്ലെങ്കിൽ പ്രകടിപ്പിക്കാതിരുന്നതുകൊണ്ടോ അങ്ങനെ ഒരു സ്നേഹം ഇല്ലാതിരുന്നു എന്ന് അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ നൂറ? ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. അതായത് ഉപ്പക്ക് സ്നേഹമുണ്ട്, ദ തിങ് ഈസ് ദാറ്റ് എക്സ്പ്രസ് ചെയ്യൂല, അത് ഉള്ളിൽ വെക്കും. ഉള്ളിൽ വെച്ചിട്ട് സ്നേഹം ഉള്ളിൽ സ്നേഹമുണ്ട്, പക്ഷെ പുറത്തത് പ്രകടിപ്പിക്കുന്നില്ല. അങ്ങനെ അല്ലല്ലോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുമല്ലോ. ഓക്കെ, ആസ് എ ഫാദർ നമുക്ക് കുറച്ച് സ്നേഹമൊക്കെ കിട്ടിയാൽ കൊള്ളാം എന്നൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുമല്ലോ. പക്ഷെ അതില്ല. ഓക്കെ, പുള്ളിൻ്റെ അതിൽ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് വാങ്ങിക്കൊടുക്കുക, അതായത് എന്തുണ്ടെങ്കിലും അത് സെറ്റാക്കി കൊടുക്കുക, അതൊക്കെയാണ്. അവർ വളർന്നു വന്ന സാഹചര്യം കൊണ്ട് കൂടിയായിരിക്കും അത്രയും രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ഒരു പാരൻസ് അവർക്കും ഉണ്ടാവില്ല. തിരിച്ചറിയുന്ന ഒരു നൂറയ്ക്ക് അങ്ങനെ ഒരു മുൻകൈ എടുത്തിട്ട് വാപ്പായുടെ അടുത്ത് അങ്ങനെ സംസാരിക്കാറുണ്ടോ? ഞാൻ സംസാരിക്കാറുണ്ട്. ഫേവറേറ്റ് കുട്ടിയായിരുന്നു. ഇഷ്ടമല്ലാന്ന് ഞാൻ പറയുന്നില്ല, എനിക്കിഷ്ടമാണ്. പക്ഷെ പുള്ളി എക്സ്പ്രസ് ചെയ്യൂല, ദാറ്റ് ഈസ് ദ തിങ്. എക്സ്പ്രസ് ചെയ്യൂല, ഇത് അങ്ങനെ വെച്ചോണ്ടിരിക്കുക, ഒന്നും മിണ്ടൊന്നുമില്ല അധികം. മേ ബി വളർന്നു വന്ന സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കാം, അവരുടെ പാരൻസ് അങ്ങനെ ആയിരിക്കാം അവരെ വളർത്തിക്കൊണ്ടുപോകുന്നത്. ഇറ്റ് ഓൾ എ പാർട്ട് ഓഫ് ദാറ്റ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്നേഹം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം നമുക്ക് കിട്ടാണ്ട് വരുമ്പം വി ഓൾസോ ഫീൽ സം വാട്ട് ഡിറ്റാച്ച്ഡ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ലവ് മാരേജ് കാര്യങ്ങൾ വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ മാറി അല്ലെങ്കിൽ ചിലതൊക്കെ ചേഞ്ചസ് മാറ്റങ്ങൾ വരും എന്നുള്ളതുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ പ്രകടമാണോ? ഇപ്പോൾ ഫാമിലിയുടെ സൈഡിൽ നിന്ന് കോൺടാക്ട് ചെയ്യുകയോ വിളിക്കുകയോ അല്ലെങ്കിൽ തിരിച്ചു വരാൻ പറയുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായോ? തിരിച്ച് വരാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് ഞാൻ കുറേ മനസ്സിൽ വെച്ച് നിൽക്കുന്ന ആളല്ല. ദേഷ്യം ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ പോവും. ലൈക്ക് എനിക്ക് അങ്ങനത്തെ ഒരു അതെന്നെ തന്നെ നശിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ ദേഷ്യം. അല്ലെങ്കിൽ എനിക്ക് ഷോർട്ട് ടേം വേണം അവള് കണ്ടു അല്ലെങ്കിൽ എന്നെ ആണാക്കും. അതാ ഓൾറെഡി പേരുണ്ട്. ഈ ആണെന്നുള്ള പേര് വരുന്നോണ്ടാണ് മുടി നീട്ടി തുടങ്ങി. അതും വെട്ടിയത് ഞാൻ കാരണമല്ല. ഉമ്മി എന്നോട് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഇതൊരു പുതിയൊരു അസൈൻമെന്റിന് പുതിയൊരു ടോപ്പിക് കൊടുക്കുന്ന പോലെ അവർക്കറിയില്ല ഹോമോസെക്ഷുവാലിറ്റി എന്താണ്. കേൾവി ഉണ്ടാവും. ഇപ്പം ഖുറാനിലാണെങ്കിലും ഉണ്ട്, അതിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സ്വന്തം മക്കൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു ലെസ്ബിയൻ ആണ്, വേറൊരു പെണ്ണായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെന്നൊക്കെ അറിയുമ്പോൾ ബാക്ക്ലാഷസ് ഉണ്ടാവും. അപ്പം അത് ഇത്ര ഇത് കഴിഞ്ഞ് വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ഓക്കെ ഉമ്മിനോട് സംസാരിച്ച് നോക്കാം, നേരാവാണെങ്കിൽ നേരാവട്ടെ. ഇപ്പം പുറത്ത് അറിയണ്ടെങ്കിൽ ഉമ്മിക്ക് അറിയണ്ടെങ്കിൽ അറിയണ്ട. പക്ഷെ അത് ഉമ്മി ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്തായാലും ഒരു ഹാപ്പി ന്യൂസ് ആണ്. അത് പുള്ളി കീപ്പ് ചെയ്താലും മുന്നോട്ട് പോകുമെങ്കിൽ ഓക്കെ ഫൈൻ പോവാന്നുള്ളൊരു ഇതിൽ ഞാൻ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തു. ഞാൻ കോണ്ടാക്ട് ചെയ്ത് വാട്സപ്പിൽ കുറേ ഇങ്ങനെ എനിക്കും സങ്കടമായി, കരഞ്ഞും അല്ലാതെയൊക്കെ ഞാൻ വോയിസ് അയച്ചു. അതായത് അന്ന് ഇങ്ങനെയാണ് ഉണ്ടായത്, അതിൻ്റെ ഇടയ്ക്ക് ബാഡായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഫാദറിൻ്റെ സൈഡിൽ നിന്ന്. അപ്പോൾ ഇതുകൊണ്ടാണ് ഉമ്മി ഇങ്ങനെയാണ് എനിക്കിങ്ങനെ ഒരാളെ കണ്ടപ്പോൾ ഉമ്മീനെ എനിക്ക് ഓർമ്മ വന്നു, അതുകൊണ്ടാണ് ഞാൻ മെസ്സേജ് അയക്കുന്നത്. ഉമ്മി ഓക്കെ ആണെങ്കിൽ തിരിച്ച് മെസ്സേജ് അയക്ക്, നമുക്ക് പുറത്തെവിടെയൊക്കെ വെച്ച് കാണാമല്ലോ. ഇപ്പം ആൾക്കാരാണല്ലോ മെയിൻ പ്രശ്നം. അപ്പോൾ ആൾക്കാരറിയണ്ട, നമുക്ക് പേഴ്സണലി കാണാമല്ലോ. ഇപ്പം നമ്മൾ എല്ലാം പബ്ലിക്കിൽ കാണിക്കണമെന്നില്ല. ചില ഹാപ്പി മൂമെന്റ്സ് ആണെങ്കിലും സാഡ് ആണെങ്കിലും നമുക്ക് ഉള്ളിൽ പ്രൈവറ്റ് ആക്കി വെക്കേണ്ട കാര്യങ്ങളുണ്ട്. സോ ആ ഒരു ഇതിൽ നമുക്കിത് പെടുത്താന്ന കൊള്ളയിൽ ഞാൻ കുറെ വോയിസ് അയച്ചു. പക്ഷേ ആള് റെസ്പോണ്ട് ചെയ്തില്ല. ഉണ്ടായില്ല. മുന്നേ ഇതുപോലെ ഒരു തവണ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഇവളെ ഉമ്മി തന്നെ പറഞ്ഞത് നീയായിട്ട് എൻ്റെ മോളായിട്ട് തിരിച്ചു വാ, എന്നാ ഞാൻ ആക്സെപ്റ്റ് ചെയ്യാം. അതായത് പഴയ ആദിലയായിട്ട് തിരിച്ചു പോവാ. ആദില മാറിയിട്ടില്ലല്ലോ. അവരുടെ ഇതില് ഡ്രസ്സിങ് ഈ സോക്കോൾഡ് മുസ്ലിംസ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. കാരണം എല്ലാവരും തലയിൽ തട്ടോട്ട് അബായിട്ടല്ലോ നടക്കുന്നത്. പോയി പോലെ തിരിച്ചു വരികയാണെങ്കിൽ എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലാതെ വരാനും പഴയ രീതിയിലേക്ക് ഡ്രസ്സിങ് കാര്യം തട്ടോട്ട് രീതിയിലേക്ക് കൂടിയാണ്. അപ്പൊ ഇത് രണ്ടും ഞാനല്ല. ലുലുമാളിലൊക്കെ പോകുമ്പോ പറഞ്ഞിട്ട് പോകും, ആളറിയാതെ. ചിലപ്പോ മാസ്ക് ഇട്ട് പോവാൻ മതി, അങ്ങനെ പോകുള്ളൂ. ഇപ്പൊ മുമ്പ് പറഞ്ഞു കേട്ടിട്ടുണ്ട് നെക്സ്റ്റ് ഒക്കെ അങ്ങനെ ലുലുമാളിൽ പോണ സമയത്ത് ആളറിയാതിരിക്കാൻ വേണ്ടി പോകുന്നുള്ളതൊക്കെ. അങ്ങനെ തിരിച്ചറിയാതെ പബ്ലിക് പ്ലേസിലൂടെ പോകണം എന്നുള്ള ആഗ്രഹം അങ്ങനെ ചിന്തിക്കാറുണ്ട് ശരിക്കും. ഇതിന്റെ ഒപ്പം കുറേ കൂടി നമ്മുടെ വസ്ത്രധാരണം കുറേ കൂടി അല്ലെങ്കിൽ വിമർശനങ്ങൾക്ക് ഇടയാവാൻ കാരണമായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ ശരിക്കും? ഇതിനൊപ്പം നല്ലോണം ഉണ്ട്. കാരണം ആദ്യം ഞങ്ങള് വന്നേക്കുന്ന ഒരു ഇതെന്ന് വെച്ചാല് പർദ്ദ, ഷോള്, ചുറ്റിക്കെട്ടി അങ്ങനത്തെ. പക്ഷെ ആദ്യം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അല്ലെ? നൂറയാണ് പ്രകടമായിട്ട് കുറെ കൂടി മാറ്റം വന്നെന്ന് തോന്നുന്നു. ഇവള് കൂടുതൽ അബായ യൂസ് ചെയ്യുമായിരുന്നു. കോഴിക്കോട് മലബാർ സൈഡ് ആയതുകൊണ്ട് ഇങ്ങോട്ട് അബായ ഇടൂല. അവിടെ ഒന്നും കൂടെ സ്ട്രിക്റ്റ് ആണ്. പക്ഷെ തലയിൽ ഇടണം. പക്ഷെ ആ ഒരു ടൈമില് തലയിലൊക്കെ ഇടാൻ എനിക്ക് ഓർമ്മയൊന്നും ഉണ്ടായില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നോണ്ട് എനിക്ക് അത് ഇഷ്ടപ്പെട്ട് ഞാൻ ഇടുന്നതല്ല. എനിക്കെന്ന് പറയുന്നത് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് നടക്കണം. അതായത് ഫുൾ ഇങ്ങനെ ഉള്ളില് എന്താ പറയാ പർദ്ദയൊക്കെ ഇട്ടിങ്ങനെ അങ്ങനെ നടക്കാൻ എനിക്ക് വലിയൊരു താല്പര്യം. പക്ഷെ ഇഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ട്. ചില സമയം എനിക്ക് പർദ്ദ ഇടാൻ ഇഷ്ടമുണ്ടാവും, അപ്പൊ ഞാനിടും. ചില സമയം എനിക്ക് ഷോർട്ട് ഡ്രസ്സ് ഇടാൻ ഇഷ്ടമുണ്ടാവും, അപ്പൊ ഞാനിടും. അങ്ങനെ ശരിയാ, ഡ്രസ്സിങ്ങിൽ ഒരുപാട് ചേഞ്ച്. എന്തിനെങ്കിലും നമ്മൾ ചെയ്യരുതെന്ന് പറഞ്ഞാൽ പിന്നെ അത് ചെയ്യാൻ വേണ്ടി ഭയങ്കര ത്വര വരും. ഇപ്പോൾ ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ വേണ്ട എന്ന എടുത്ത തീരുമാനങ്ങൾ ശരിക്കും വസ്ത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വസ്ത്രങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ എന്നോടൊക്കെ പറയായിരുന്നു ഷോർട്ട് ഡ്രസ്സ് ഇട്ട് ഇറങ്ങരുത്, പുറത്തേക്ക് ഇറങ്ങരുത്, ഒന്നെങ്കിൽ പള്ളി കമ്മിറ്റിയിൽ നിന്ന് വിളിച്ച് പറയും, അല്ലെ കത്ത് വിടും വീട്ടിലേക്ക്. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു ജീൻസിൻ്റെ പാൻറ്റും അതുപോലെ ഒരു എന്താ പറയുക ഒരു ബനിയൻ ഇട്ട് പോയി ഒരു കല്യാണത്തിന് പോയി. അപ്പോഴേക്കും പള്ളിയിൽ നിന്ന് ലെറ്റർ വന്ന് നിങ്ങളെ മോള് ഇങ്ങനെ ഡ്രസ്സ് ഇട്ട് വന്ന് ഇങ്ങനെ ഇടാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞു വന്ന്. അപ്പോൾ ആൾക്കാർക്ക് എന്ന് പറയുന്നത് ഞാൻ ഇന്ന കമ്മ്യൂണിറ്റി അങ്ങനൊന്നും പറയുന്നില്ല. ഡ്രസ്സിങ് അവിടെ ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു ഞാൻ നിൽക്കുന്ന ഒരു ഏരിയയിൽ. അപ്പോൾ അതെനിക്കൊന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടായിരുന്നു.
അങ്ങനെ ഞാൻ ചെയ്യും. അത് പറഞ്ഞുകൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് അങ്ങനെ ചെയ്യണം ആണല്ലേ? ഓക്കെ, എന്നാൽ ഞാൻ കാണിച്ചു. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് കാണിച്ചു തരാന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. ശരിക്കും അങ്ങനെയല്ല. എനിക്ക് എല്ലാ ഡ്രസ്സും ഇടാൻ ഇഷ്ടമാണ്, എല്ലാം ട്രൈ ചെയ്യണം, അങ്ങനെയൊക്കെ ഭയങ്കര താല്പര്യം. അങ്ങനെ ഡ്രസ്സ് മാറ്റിയതിൻ്റെ പേരിൽ ഒരു ആൻറ്റി ചോദിച്ചായിരുന്നു എൻ്റെ, നീയൊക്കെ ഇങ്ങനെ തുണി ഇല്ലാണ്ട് നടക്കാനാണോ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവരുടെ കണ്ണിൽ ഇതൊക്കെ തുണി ഇല്ലാണ്ട് നടത്തമാണ്. ഇപ്പൊ തുണി ഇല്ലാത്ത ആൾക്കാരെ കണ്ടപോലെ എന്താ പറയാ. ഞങ്ങൾ ഇങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്തു. ഇത്തരത്തിൽ ഇഷ്ടപ്പെടുന്നവർക്ക് കൂടി അവരുടെ ശബ്ദമാവാൻ കൂടി ഞങ്ങൾക്ക് വേണം. വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറഞ്ഞ പോലെ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ചിന്തയുണ്ടോ ശരിക്കും? അങ്ങനെ അവർക്ക് വേണ്ടി സംസാരിക്കണം, അങ്ങനെ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇടപെടും, അവർക്ക് വേണ്ടി ഞങ്ങൾ സംസാരിക്കും. നമ്മൾ ഇപ്പോൾ പബ്ലിക്കിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു മാറ്റർ പബ്ലിക്കിൽ വരുമ്പോൾ അത് സംസാരിക്കണം എന്ന് തോന്നലുണ്ട്. നമുക്കത്ര തോന്നുന്നൊരു ലൈക്ക് റിയാക്ട് ചെയ്യാൻ എല്ലാതും അല്ല, എല്ലാം വാരി വലിച്ച് ചെയ്യാൻ താല്പര്യമില്ല. പക്ഷേ ചില കാര്യങ്ങൾ ഇങ്ങനെ വരുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് ഇറിറ്റേറ്റഡ് അല്ലെങ്കിൽ എന്താ ഇങ്ങനെയെന്ന് തോന്നിയ കാര്യങ്ങളിൽ റിയാക്ട് ചെയ്യലുണ്ട്. പിന്നെ വോയിസ് ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി സംസാരിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര താല്പര്യമാണ്. അതിനു വേണ്ടി ഞങ്ങൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുമുണ്ട്. അടുത്ത് വന്ന് ഭയങ്കരമായിട്ട് നിങ്ങൾ പിന്നീടും വളരെ ദേശീയ വിമർശനങ്ങളുണ്ട്. പറഞ്ഞ പോലെ ഈ നനഞ്ഞിരിക്കുമ്പോൾ കുളിക്കാൻ പറഞ്ഞാൽ കിട്ടുന്നതിൻ്റെ ഒപ്പം വന്നോട്ടെ പറഞ്ഞ പോലെ രേണുസുതി വിഷയം ഭയങ്കരമായിട്ട് വന്നിരുന്നു. ശരിക്കും അങ്ങനെ ഒരു എന്തുകൊണ്ടായിരുന്നു ശരിക്കും അത്തരം റിയാക്ഷൻ? അത് ആക്ച്വലി ഞങ്ങൾ റിയാക്ട് ചെയ്യണമെന്ന് വെച്ചൊന്നല്ലായിരുന്നു. പക്ഷെ ഓക്കെ, നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറന്നാൽ ആ ചേച്ചീൻ്റെ വീഡിയോസ്, പിന്നെ യൂട്യൂബ് തുറന്നാൽ ആ ചേച്ചീൻ്റെ വീഡിയോസ്, ഓക്കെ ഫുള്ള് അത് തന്നെ, ഓക്കെ ഫൈൻ. ഞങ്ങളങ്ങനെ തന്നെ. അത് നല്ലൊരു കാര്യമാണ്. പുള്ളിക്കാരി മുന്നോട്ട് വരുന്നത്, എന്താ പുള്ളിക്കാരിക്ക് വേണ്ടി ജീവിക്കുന്ന എല്ലാം തന്നെ നല്ലൊരു കാര്യമാണ്. അത് അധികം ആൾക്കാർ അങ്ങനെ ചെയ്യാത്ത കാര്യങ്ങളാണ് പുള്ളിക്കാരും ചെയ്യുന്നത്. പക്ഷെ പുള്ളിക്കാരി പറയുന്നതൊക്കെ ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സ്റ്റേറ്റ്മെന്റ് തോന്നിയത് എന്താ? ആണെങ്കിലും പുള്ളിക്കാരനെന്തോ മാർക്കറ്റ് ചെയ്യുന്ന പോലത്തെ ഉള്ള രീതിക്ക്, അല്ലെങ്കിൽ മരണം ഭയങ്കര ചിരിച്ച് കളിച്ച്, പുള്ളിക്കാരി എപ്പോഴും കരണമെന്നല്ല, ഭയങ്കര ലാഘവത്തോടുകൂടി പറയുന്ന ഒരു ഇതുപോലെ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ആൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ വേറൊരാൾ ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കത്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആസ് ഹ്യൂമൻസ് ഞങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇപ്പം നമ്മളത്രയും ഒരാളെ സ്നേഹിച്ച് അയാൾ മരിച്ചു കഴിയുമ്പം തന്നെ ആ ഒരു വീട്ടിൽ വെച്ചിട്ട് അങ്ങനെ ഒരു പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു അത് മാത്രമേ ഞങ്ങൾ സംസാരിച്ചു.